ഇന്ന് നമുക്കേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ പാസ്ത കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടാ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഷേപ്പിലുള്ള പാസ്ത എടുത്തിരിക്കണം. നമുക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം. പെന്നെ പാസ്തയോ മാക്രോണി പാസ്തയോ അങ്ങനെ പല ടൈപ്പ് പാസ്തകൾ വരുന്നുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഈ പാസ്ത വേവിക്കാനേ ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1-2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരട്ടെ. ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത വേവുമ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അത് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തില്ലേ പാസ്ത, അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി ഇളക്കിയിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. അധികം സമയം എടുക്കില്ല കേട്ടോ വേവാനായിട്ട്. മൂടി വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് മൂടി വയ്ക്കരുത്, കുറച്ചിങ്ങനെ തുറന്ന് വെച്ച് മൂടി വെച്ചോളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് തിളച്ച് പോവും. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ്ത വെന്തുണ്ട്. കണ്ട, ഞെക്കുമ്പോൾ അത് ഞെങ്ങുന്നുണ്ട്, എന്നാൽ വെന്തുടഞ്ഞിട്ടില്ല. ആ പരിവാകുമ്പോൾ നമുക്കിത് വേറൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഒരു അരിപ്പ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഈ സമയത്ത് ചിലർ പച്ചവെള്ളത്തിൽ കഴുകണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഓയിൽ ഒഴിച്ച കാരണം തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കണില്ല. അതുകൊണ്ട് ആ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കി. ഇനി അഥവാ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തൊന്ന് ഊറ്റി ഉടനെ തന്നെ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ 5-6 വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ തന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ക്യാപ്സിക്കവും ചേർത്ത് അപ്പോൾ തന്നെ അധികം ഇളക്കൊന്നും വേണ്ട. നമ്മൾ 1-1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മൈദ ചേർത്ത് ആ ബട്ടറിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാല് ചേർക്കുമ്പോഴേ നന്നായിട്ട് കുറുകി വരാനാണ് നമ്മൾ ഈ മൈദ ബട്ടറിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാല് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ കുറുകി വരും, നല്ല തിക്കായിട്ട്. ഇതേ നമ്മൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് അതിൽ കട്ടകളില്ലാണ്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളയ്ക്കട്ടെ അവിടെ ഇരുന്ന്. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, നമ്മൾ വറ്റൽമുളക് ചതച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതൊരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ പാസ്തയ്ക്ക് കിട്ടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക വേണ്ടത്. ഇതൊരു സെമി തിക്കാവുമ്പോൾ, നന്നായി തിക്കാക്കണ്ട, കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. ഇതൊരു സെമി തിക്കായാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയില്ലേ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ വൈറ്റ് സോസിൽ ഈ പാസ്ത മുഴുവൻ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായ കാരണം ഞാൻ ചേർത്തൊന്ന് മാത്രം. ഇതല്ല, സ്പൈസി ലവേഴ്സിന് നമുക്ക് ചില്ലി സോസോ ഷെസ്വാൻ സോസോ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീസാണ്. ചീസ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 1.5 സ്ലൈസ് ചീസ് ചേർക്കുന്നുണ്ട്. എത്ര ചേർക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാസ്ത റെഡി ആയില്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന സംഭവം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അതല്ല നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക്